ഇതാണ് കേട്ടോ എൻ്റെ ചാമ്പക്ക മരം. നോക്കിയൊക്കെ അത് ഉയരത്തിൽ പോയിരിക്കുന്നു. നല്ല ഉയരത്താട്ടോ, നിറയെ ചാമ്പക്ക ഉണ്ട്. അപ്പോൾ ഞാനത് പൊട്ടിക്കാട്ടോ. ചെറിയൊരു തോട്ടിയുണ്ട്, അതും കൊണ്ടാട്ടോ പൊട്ടിക്കണത്. അത് ചെറിയ തോട്ടിയിട്ട് പൊട്ടിക്കേണ്ട താഴത്തുള്ളതൊക്കെ. പിന്നെ താത്തത് മുകളിലത്തെ വലിയ തോട്ടിയുണ്ട്, അതും കൊണ്ട് പൊട്ടിക്കണം കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് അറിയാം, പച്ച ചാമ്പക്ക. ഞങ്ങളുടെ വീട്ടിൽ ചുവപ്പ് ചാമ്പക്ക ഉണ്ടായിരുന്നു, പക്ഷെ അത് വറവും വരെ കയറ്റുമ്പോൾ ഞങ്ങളത് വെട്ടിക്കളഞ്ഞു. പിന്നെ വെച്ചതാണിത്. ഇത് നോക്കുമ്പോൾ ഇത് ചുവപ്പാന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്, പക്ഷേ ഇത് പച്ചയാണ്. പക്ഷേ ചുവപ്പിനെ പോലെയല്ല, ചുവപ്പിന് അത്ര ഇതില്ല. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് നിറയെ കുരുവുണ്ട്. പോരാത്ത അതുമല്ല, അതിന് നടുവിലൊരു എന്താണ് നാര് പോലെ ഉണ്ട്, ഒരു കറുപ്പ് സാധനം. പക്ഷെ അത് കളയാൻ കഴിക്കാനും വില ചിലപ്പോൾ മാറാലേ, അതുപോലെ പിന്നെ ഉറുമ്പൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അത് വൃത്തിയാക്കണം, നല്ല പണിയാട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ചാമ്പയ്ക്കും അടിയിലത്തെ ചാമ്പക്കൊക്കെ പൊട്ടിച്ചു കേട്ടോ. ഇതെങ്ങനെയാണെന്ന് അറിയാം, ഒന്ന് ചെറിയ ചാമ്പക്കുണ്ട്, വലുതുമുണ്ട്. വലുത് പൊട്ടിക്കുമ്പോൾ ചെറുതും വീഴുകയാണേ. അപ്പോൾ എന്തായാലും വീണ് വെച്ചിട്ട് മൊത്തം അടിയിലത്തൊക്കെ മൊത്തം പൊട്ടിച്ചു കിട്ടും. ഇനി മുകളിലുണ്ട്, അത് വലിയ തോട്ടിയും കൊണ്ട് വേണം പൊട്ടിച്ചെടുക്കാൻ. ഈ ചാമ്പക്ക ഉണ്ടല്ലോ, പച്ചമുളകൊക്കെ ഇട്ടിട്ടേ ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. പിന്നെ അച്ചാറിടും, അച്ചാറിടാനും പറ്റും. കായവും പച്ചമുളകും ഉള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടേ അങ്ങനെ അച്ചാറിടുക. അപ്പോൾ കുറച്ച് അച്ചാറും ഇടുക, കുറച്ച് ഉപ്പിലിട്ട് വെക്കും ചെയ്യാച്ചിട്ടാണ് ഞാൻ പൊട്ടിക്കണത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, പച്ച കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ കുറേ പൊട്ടിക്കും ചെയ്ത്, കുറേ തിന്നും ചെയ്ത്. എൻ്റെ വയറൊക്കെ നിറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടില്ല എൻ്റെ ചാമ്പക്ക കൊല കൊലായിട്ട് ഉണ്ടായിരിക്കണത്. അപ്പോൾ കണ്ട ഇത്രയും ചാമ്പക്ക ഇന്ന് ഞാൻ പൊട്ടിച്ചു. ഇനി ഉണ്ട് മുകളിൽ. എൻ്റെ ചാമ്പക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. എന്നാൽ ഞാനിനി ഉപ്പിലിട്ടതും അതുപോലെ അച്ചാറുമായിട്ട് വരാട്ടോ അടുത്ത വീഡിയോയിൽ.